നമ്മൾ ഒരിക്കലും അമിതമായ ആത്മാർത്ഥത കാണിക്കരുത് എന്നുള്ള പാഠം ഞാൻ പഠിച്ചു. ഒരു സംവിധാനത്തെ, പ്രത്യേകിച്ചൊരു സർക്കാർ സംവിധാനത്തെ എല്ലാം മറന്നുകൊണ്ട് അതിൻ്റെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ വ്യക്തിത്വം പോലും ബലി കഴിച്ചുകൊണ്ട് ഒരു ശ്രമം, ഒരു ഇടപെടൽ നടത്തരുത്. എല്ലാം മുറ പോലെ മാത്രമേ ചെയ്യാവൂ. ഒരു സ്ഥാപനം നമ്മളങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നശിക്കുമെന്നുള്ളതാണെങ്കിൽ റിസ്ക് എടുക്കാൻ പോകരുത്. കാരണം റിസ്ക് എടുത്താൽ നമ്മൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും, ആരോപണങ്ങൾക്ക് വിധേയരാകും, ഒരുപക്ഷെ നമ്മളുടെ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് അത് നയിക്കും. അതുകൊണ്ട് അതിനെ ഒരു പീസ്ഫുൾ ഡിമൈസിന് അനുവദിക്കുക. സമാധാനപൂർണമായ ഒരു മരണത്തിന് ആ ബന്ധപ്പെട്ട മേഖലയെ വിട്ടുകൊടുക്കലാകും കൂടുതൽ ഉചിതം എന്നാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ച പാഠം. ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്, ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്? പൊളിറ്റിക്സ്, അധ്യാപനം തന്നെ അങ്ങനെ പോയാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ഒരു MLA അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ഇങ്ങനെ വന്നതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട്? അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ പൊതുപ്രവർത്തനം, അപ്പം ഇത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ഹരമാണ്, ബ്ലഡിലുള്ളതാണല്ലേ, ബ്ലഡിലുള്ളതാണ്. അപ്പം നമ്മളൊക്കെ പറയും, ഇപ്പോൾ കന്നൂട്ടുകാർ, കാളപൂട്ടുകാർ, പോത്തുപൂട്ടുകാർ, അവരൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനായിട്ട് ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും പൈസ, ഇത്ര അധ്വാനം, നിങ്ങളുടെ ടൈം, ഇതൊക്കെ വേറെ വല്ല കാര്യത്തിനും ചിലവഴിച്ചുകൂടെ? അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന മാനസിക സംതൃപ്തി ലോകത്ത് മറ്റൊന്നുകൊണ്ടും ഞങ്ങൾക്ക് കിട്ടില്ല. ആ സംതൃപ്തിക്ക് എത്ര വിലയാണ് നമ്മൾ നിശ്ചയിക്കുക, എത്ര മൂല്യമാണ് നമ്മൾ നിർണ്ണയിക്കുക എന്നതുപോലെയാണ് രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം. നമ്മളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് പരിഹാരമുണ്ടാവുക, അവർ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അത് ശരിയായി എന്ന് നമ്മളോട് പറയുക. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സംതൃപ്തി, മാനസിക സുഖം എത്രമാത്രമാണ് എന്ന് നമുക്ക് വേറൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, സത്യസന്ധമാണെങ്കിൽ, ആത്മാർത്ഥമാണെങ്കിൽ. അതല്ല, ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അപ്പം തന്നെ അയാളുടെ അടുത്തുനിന്ന് പ്രതിഫലം വാങ്ങുന്ന ഒരു ശീലക്കാരനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു, അതിൻ്റെ പ്രതിഫലം അപ്പം തന്നെ പറ്റുന്നു. പ്രതിഫലം പറ്റാതെ, പ്രതിഫലേച്ഛ കൂടാതെ ഒരാൾക്ക്, ഒരു സ്ഥാപനത്തിന്, ഒരു പ്രസ്ഥാനത്തിന്, ഒരു സമൂഹത്തിന് ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്ത് അതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം അവരനുഭവിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ്റെ മനസ്സിൽ, ആത്മാർത്ഥതയുള്ളൊരു പൊതുപ്രവർത്തകൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്, ആഹ്ലാദത്തിന്, മനസ്സുഖത്തിന് അതിരുകളില്ല. സ്വാഭാവികമായിട്ടും ജലീൽ സാർ ഇനി താങ്കളുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ 2-3 പ്രാവശ്യമായിട്ട് ഇനി മത്സരിക്കാനില്ല എന്നിങ്ങനെ എഴുതിയിടുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുപ്രവർത്തനത്തിൽ നിന്ന് രംഗത്തുനിന്ന് മാറി നിൽക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ അത് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയല്ല, ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നല്ല പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് മാറി നിൽക്കും. കാരണം 3 തെരഞ്ഞെടുപ്പായല്ലോ ഒരു നിയോജക മണ്ഡലത്തിൽ. അപ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും, അവർക്ക് മത്സരിക്കാൻ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു പ്രതിബന്ധമായിട്ട് നിൽക്കണ്ട, ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട, വെറുപ്പിക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം പറയുന്നത്. മാത്രമല്ല, പൊതുപ്രവർത്തനത്തോടൊപ്പം എഴുത്തും മറ്റു കാര്യങ്ങളും അതിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തോന്നി. ഇപ്പം എൻ്റെ പുസ്തകങ്ങളിൽ ഒരു 7-8 പുസ്തകങ്ങൾ ഈ ഒരു 5 വർഷ കാലയളവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് സമയം എനിക്ക് വേണ്ടി വന്നു. യാത്രാ വിവരണ പുസ്തകങ്ങളുണ്ട്, അതിൽ സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി എന്ന് പറയുന്ന വളരെ ഞാൻ നന്നായിട്ട് മെനക്കെട്ട് പ്രിപ്പറേഷൻ നടത്തി എഴുതിയിട്ടുള്ളതാണ്. സ്വർഗസ്ഥനായ ഗാന്ധിജി, അത് ലേഖനങ്ങളുടെ സമാഹാരമാണെങ്കിലും അതിൽ പല ലേഖനങ്ങളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം
എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ എഴുത്തിൻ്റെ രംഗത്തേക്ക്, പ്രസംഗത്തിൻ്റെ മേഖലയിലേക്ക് ഇപ്പോൾ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നാൽ ആ ഒരു സ്പേസിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നുള്ള ഒരു തോന്നലും അത്തരം ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഓക്കെ, ആ തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഉള്ളത്. വ്യക്തിപരമായിട്ട് എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ആണോ?